നമസ്കാരം. വരാൻ പോകുന്ന നിയമസഭയ്ക്ക് മുമ്പുള്ള ഒരു സെമി ഫൈനലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതിപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. മാധ്യമങ്ങളും പറയുന്നത് അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ 3 തിരഞ്ഞെടുപ്പുകൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ചേലക്കര, വയനാട്, അതുപോലെ തന്നെ പാലക്കാട്, ഈ 3 ഇടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 2 നിയമസഭാ മണ്ഡലങ്ങളിലും 1 ലോക്സഭാ മണ്ഡലത്തിലും. ഈ മണ്ഡലങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ 2 മണ്ഡലങ്ങൾ, അതായത് വയനാടും പാലക്കാടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. വയനാടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് മത്സരം നടന്നത്, അതുകൊണ്ട് MP ആണ് അവിടെ. പാലക്കാട് ഈ പറയുന്നത് പോലെ MLA ആണ്, നിയമസഭാ സീറ്റാണ്. ഇനി ചേലക്കരയാണെങ്കിൽ ചേലക്കര അത് ഇടതുപക്ഷത്തിന്റെ സീറ്റാണ്. അപ്പൊ സ്വാഭാവികമായും ഈ പ്രതിപക്ഷം പറയുന്നത് പോലെ ഒരു സെമി ഫൈനൽ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ സെമി ഫൈനലിൽ എങ്ങനെ വേണം ഒരു വിജയം സംഭവിക്കാൻ? അതായത് പ്രതിപക്ഷത്തിന് അനുകൂലമായ ട്രെൻഡാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു ട്രെൻഡാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്ന് പറയണമെങ്കിൽ ഈ 3 മണ്ഡലങ്ങളും സ്വാഭാവികമായും UDF പിടിക്കേണ്ടതുണ്ട്. UDF ഈ 3 മണ്ഡലങ്ങളും പിടിച്ചടക്കിയാൽ മാത്രമേ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ. പ്രതിപക്ഷത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു, അവരുടെ സൗണ്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ സൗണ്ടാണ് പ്രതിപക്ഷം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു 2 ഇടത്ത്, അതായത് ഏതെങ്കിലും ഒരു 2 ഇടത്ത് UDF ജയിക്കുന്നു, ഒരിടത്ത് ഈ പറയുന്ന LDF ജയിക്കുന്നു. ആ ഒരിടം എന്ന് പറയുന്നത് LDFന്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ് പിടിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇനി 2 ഇടങ്ങളിൽ LDFും ഒരിടത്ത് മാത്രമായിട്ട് UDFും ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. അതായത് ഇനി UDF ഒരു കാലത്തും അധികാരത്തിൽ വരില്ല എന്നും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ UDFന്റെ പല സിറ്റിംഗ് സീറ്റുകൾ കൂടി LDF പിടിച്ചടക്കുമെന്നും ഈ 99 എന്ന് പറയുന്ന സംഖ്യ അങ്ങ് കടന്ന് മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതായത് പാലക്കാടും ചേലക്കരയും LDF പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ തന്നെയാകും വിലയിരുത്താൻ പോവുക. LDFനെ സംബന്ധിച്ച് ചേലക്കര പിടിച്ച് നിർത്തേണ്ട സാഹചര്യമുണ്ട്. ചേലക്കര LDFനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമുക്ക് പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, കണക്കുകൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ഇടതുപക്ഷം പിടിച്ചടക്കിയ ഒരു കോട്ടയായിട്ടുള്ള ആ ചേലക്കര അത് ഒരിക്കലും കൈവിട്ട് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്ര ഗംഭീരമായ, അത്ര ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവിടെ ചേലക്കരയിൽ അവതരിപ്പിച്ചത് എന്നത് മാത്രമല്ല, LDFന്റെ സ്ഥാനാർത്ഥി UR പ്രദീപ് മുൻ MLA ആയിരുന്നപ്പോൾ പോലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. മാത്രവുമല്ല, ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയ K രാധാകൃഷ്ണൻ, അദ്ദേഹം ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം ജനങ്ങളോട് കാണിച്ചിട്ടുള്ള പ്രതിബദ്ധത, അതൊക്കെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണ്. LDF ആ മണ്ഡലം ഭരിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ആ മണ്ഡലത്തിൽ വികസനങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയത്. മാത്രവുമല്ല, ആ UR പ്രദീപ് നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് ഭരണത്തിന്റെ ഒരു ഉറപ്പ് കൂടി ഉണ്ട്. അദ്ദേഹം ജയിച്ചു പോവുകയാണെങ്കിൽ ഒരു ഭരണകക്ഷി MLA ആയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പാലക്കാടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തീപ്പൊരു മത്സരം തന്നെയാണ് നടക്കുന്നത്. ആ മണ്ഡലം ഇനി LDFന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, LDFന് ആ മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞില്ല, LDFന് 2ാം സ്ഥാനത്തേക്കാണ് വരാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ പോലും അവിടെ UDFന് വലിയ കനത്ത പരാജയം തന്നെയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവിടെ ഇപ്പോൾ UDF ജയിച്ചാലും BJP ജയിച്ചാലും അവിടെ UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒരു വലിയ അനുകൂലമായ ട്രെൻഡ് ഉണ്ടെന്ന് ഈ 2 കൂട്ടർക്കും അവകാശപ്പെടാൻ കഴിയില്ല. LDF അവിടെ 3ാം സ്ഥാനത്താണ്. LDFന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ 1 വോട്ട് കൂടുതൽ കിട്ടിയാലും അത് വിജയമാണ്. ഇനി ആ സീറ്റ് സരിൻ പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗംഭീര വിജയമായി മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതായത് LDFനെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു, അതായത് LDFന്റെ നിലപാടാണ് ശരിയെന്ന് ജനം ശരിവെക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. വയനാട് നമുക്കറിയാം, വയനാട് സ്വാഭാവികമായിട്ടും അവിടെ പ്രിയങ്ക ഗാന്ധി തന്നെയാണ് ജയിക്കുകയുള്ളൂ. അതിൽ വേറെ തർക്കമൊന്നുമില്ല. അത് അവരുടെ അത്ര വലിയ ഉരുക്കു കോട്ടയാണ്. അതുകൊണ്ട് അവിടെ പ്രിയങ്ക ഗാന്ധി തന്നെ ജയിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ ജയം അത്ര വലിയൊരു വിജയമായിട്ട് ഇവർക്ക് കുട്ടി ആഘോഷിച്ച് നടക്കാനും കഴിയില്ല. അതെന്തുകൊണ്ട് എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വയനാടിനെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം നമുക്കെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരിടത്ത് പോലും
പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി, പ്രിയങ്ക ഗാന്ധിയുടെ വിജയം അതിഗംഭീര വിജയം, ഉജ്ജ്വല വിജയം എന്നും പറഞ്ഞ് കൊട്ടി ആഘോഷിച്ച് നടക്കാൻ കഴിയില്ല എന്നൊരു വാസ്തവമാണ്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഒട്ടും സംതൃപ്തരായിരുന്നില്ല എന്ന കാര്യങ്ങൾ കൂടി എന്തായാലും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഹുൽ ഗാന്ധി, സോണിയ ഗാന്ധി, അങ്ങനെ തുടങ്ങി എത്ര പ്രധാനപ്പെട്ട നേതാക്കളാണ് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി അവിടെ പ്രചാരണത്തിന് വേണ്ടി വന്നത്. പക്ഷേ അവിടുത്തെ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ്. ആ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയങ്ക ഗാന്ധി ഒരു തരംഗമായി മാറിയില്ല, അവിടെ പ്രിയങ്ക ഗാന്ധി ഒരു ട്രെൻഡ് സെക്ടറായി മാറിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ അവിടെ റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്ന ശേഷം നമുക്ക് ഈ 3 സ്ഥലങ്ങളിലെയും, അതായത് റിസൾട്ട് 23-ാം തീയതി വന്ന ശേഷം എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രതിപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ചലനം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ പ്രതിപക്ഷം ഇവിടെ നടത്തിയിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ഒന്ന്, നിരവധി വ്യാജ പ്രചരണങ്ങൾ നടത്തി. അതുപോലെ തന്നെ പല വർഗീയ പരാമർശങ്ങളൊക്കെ പല രീതിയിലൊക്കെ ഇറക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഘടകകക്ഷികളൊക്കെ നടത്തി. അതുപോലെ തന്നെ ഇവർ പഠിച്ച പണി 18 വലതുപക്ഷ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ പ്രയോഗിച്ചു നോക്കി. അതായത് വ്യാജ വാർത്തകളൊക്കെ പടച്ചുവിട്ട് തകർക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. ഇത്രയധികം കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രതിപക്ഷമേ നിങ്ങൾ പെട്ടു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സന്ദീപ് വാര്യരെയൊക്കെ മാലയിട്ട് ഈ പറയുന്ന കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് ഈ പറയുന്ന ജനങ്ങൾ, അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ, അവരൊക്കെ ശരിക്കും അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സന്ദീപ് വാര്യരനെ പോലെയൊക്കെ ഗാന്ധിവധത്തെ ന്യായീകരിച്ചിട്ടുള്ള, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ മോശക്കാരനായി ചിത്രീകരിച്ചിട്ടുള്ള, നിരവധി വർഗീയത പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ കോൺഗ്രസ് മാലയിട്ട് സ്വീകരിച്ചതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഷാഫി പറമ്പിലിന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെയാണ് സതീശൻ അവകാശപ്പെടുന്നത്. അതെന്തുമാകട്ടെ, നമുക്ക് റിസൾട്ട് വരുമ്പോൾ എന്തായാലും വളരെ വ്യക്തമായി തന്നെ നമുക്കത് പരിശോധിക്കാം. കുറേയധികം വോട്ടുകൾ കോൺഗ്രസ് ചേർത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അതായത് അവർ ഭയന്നു എന്ന്. സരിന് അവർക്ക് പറ്റിയൊരു സ്ഥാനാർത്ഥിയല്ല, LDF സ്ഥാനാർത്ഥി നമുക്ക് പറ്റിയൊരു സ്ഥാനാർത്ഥി ഒന്നുമല്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞു നടന്നത്. അവസാനം LDF സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് പറഞ്ഞ് DCC ആണ്. കോൺഗ്രസ് നേതാക്കൾ, പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞ് സരിൻ മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്നാണ്. ആരൊക്കെയാണ് അത് പറഞ്ഞത്? അതായത് മുരളീധരൻ, അതുപോലെ തന്നെ ശശി തരൂരിനെ പോലുള്ള നല്ല നല്ല വ്യക്തിത്വമുള്ള നേതാക്കളാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പല രീതിയിലുള്ള പല പ്രതികരണങ്ങൾ, പല രീതിയിലുള്ള പല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾ, ഇതൊക്കെ എന്തായാലും ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ആർക്ക് അനുകൂലം, ആർക്ക് പ്രതികൂലം, ആര് വാഴും, ആര് വീഴും എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ നിർണായകമായിട്ടുള്ള റിസൾട്ടാണ്. 3 ഇടങ്ങളിൽ UDFന് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDFന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും. ഇനി 3-ൽ 2 ഇടങ്ങളിൽ LDFും 1 ഇടങ്ങളിലാണ് UDF എങ്കിൽ ഉറപ്പിച്ചോ, LDF വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ നടത്താൻ പോകുന്നത് വമ്പൻ മുന്നേറ്റമായിരിക്കും. ഈ സർക്കാർ തന്നെ 3ാമതും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു സൂചന കൂടിയാകും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.